ഹലോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഒരു റീൽസ് വീഡിയോ എങ്ങനെയാണ് ഫോണിൽ നമുക്ക് യൂട്യൂബിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. എങ്ങനെ അത് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫോണിൽ യൂട്യൂബിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്താൽ താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ്റെ അവിടെ പോയിട്ട് ഷോർട്സ് എന്നുള്ള ഭാഗം എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു എയർ ഫീച്ചറിൻ്റെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാൻവാസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അവിടെ നമുക്ക് പ്രോംപ്റ്റ് എഴുതി കൊടുത്തിട്ട് ഇമേജ് കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രോംപ്റ്റ് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇമേജും സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെയുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ ജനറേറ്റ് ആവും. ഇത് നമുക്ക് മലയാളത്തിൽ തന്നെ പ്രോംപ്റ്റ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പ്രോംപ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും സംഭാഷണങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നല്ല ഇൻവെർട്ടർ കോമയിൽ തന്നെ എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ ഓരോ വാക്കുകളും ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം അടുത്ത വരിയിൽ ഓരോരോ വാക്യങ്ങളായിട്ട് നമ്മൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന വീഡിയോ ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റിനെ എഴുതി കൊടുക്കുക മലയാളത്തിൽ. അതിൻ്റെ കൂടെ 1-2 സെൻറ്റൻസ് ഇംഗ്ലീഷ് കൂടി ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലാസ്റ്റുള്ള ഒരു ഏരോ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു വൈറ്റ് കളറിൽ, അത് വരുള്ളൂ. മലയാളം മാത്രം എഴുതി കഴിഞ്ഞാൽ അത് വരില്ല. 1-2 വേർഡ്സ് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. പ്രോംപ്റ്റ് പരമാവധി നല്ല രീതിയിൽ തന്നെ എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടും. ഇതാ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് അനുസരിച്ചിട്ട് എനിക്ക് വന്നിട്ടുള്ള വീഡിയോ. ഇനി താഴെയുള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്തിട്ട് അവിടെ നമുക്ക് സേവ് ടു ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിലേക്ക് ഈ വീഡിയോ സേവ് ആയിട്ടുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ വീഡിയോസ് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ വീണ്ടും പ്രോംപ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഇതിലിപ്പോൾ എനിക്ക് ഫേസ് ക്ലോസപ്പ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫേസ് കുറച്ചുകൂടി ക്ലോസപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫേസ് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത് വീണ്ടും ഒന്നും കൂടി ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ദിവസം 6-7 തവണയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതും 10 സെക്കൻഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടായിരിക്കും കിട്ടുക. ഇതെല്ലാം കൂടെ നമ്മൾ ഇൻഷോട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാപ്കട്ടിലൊക്കെ ഇട്ടിട്ട് ഒരുമിച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് ഒരു മിനിറ്റൊക്കെയുള്ള റീൽസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പം ഞാൻ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള സൂം ചെയ്തിട്ടുള്ള ഒരു ഫേസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഇൻഷോട്ടിൽ പോയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ചെറിയ ക്ലിപ്സുകളെല്ലാം ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് സെറ്റാക്കാൻ പോവാണ്. ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാനുള്ളത് എല്ലാവർക്കും അറിയുണ്ടാവും. ഇനി അതിനുള്ള ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പം ഈ കൊടുത്ത ക്ലിപ്സ് വെച്ചിട്ട് നമുക്ക് ഇൻഷോട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ഉള്ള റീൽസായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം ഇത് ചോദിച്ച എൻ്റെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്കിങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോസൊന്നും ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല. എന്തായാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. തുടർന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഫേസ് റെഡിയായി വരണമെന്നില്ല. അത് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഒക്കെ ആയിരിക്കും. അപ്പം വീണ്ടും ശ്രമിച്ച് ചെയ്ത് നോക്കുക.